ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ സമയം 5 മണി ആയിരിക്കുകയാണ്. നമ്മളൊരു ക്യാമ്പിങ്ങിന് പോവാട്ടോ അല്ലേ? വി ആർ ഗോയിങ് ടു ക്യാമ്പിങ് ഇൻ എ റിവർ സൈഡ്. അങ്ങനെയാണ് പറഞ്ഞത്. ഓ ഓക്കെ, ഇംഗ്ലീഷ് വെരി ഗുഡ് ഇംഗ്ലീഷ് ആണ് ഇപ്പൊ. തലയെ കെട്ടിന്റെ ഒക്കെ ഉദ്ദേശം വെറുതെ തലവേദനയാണോ? ഇല്ല, അത് നമ്മൾ ഒരു വട്ടം മറ്റേ മലയുടെ കൊണ്ടേ പോയില്ലേ, അതിന്റെ താഴെയാണ്. വട്ടത്തിൽ ആറുണ്ട് കേട്ടോ. വട്ടത്തിൽ ആറെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കും വട്ടത്തിൽ കറങ്ങുന്നതാണ്. അല്ല, വട്ടത്തിൽ കറങ്ങുമില്ലേ അവിടെ? ശരിയാ, അവിടെ ഇങ്ങനെ ഒരു ചുഴിയുണ്ട് കേട്ടോ അല്ലേ? അവിടെ ഒന്ന് വെള്ളം അടിഞ്ഞ് കറങ്ങി പോണ സ്ഥലമാണ്. അപ്പം അതിനെയാണ് വട്ടത്തിൽ ആറെന്ന് പറയുന്നത്. ചടങ്ങത്തുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ ക്യാമ്പിങ്ങിനായിട്ട് ശ്രീതു അവർകളും നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഹായ്, അറിയടാ. അപ്പം നമ്മൾ വണ്ടിക്കകത്ത് സാധനമൊക്കെ എടുത്ത് കയറ്റിണോ കേട്ടോ. അതുകൊണ്ട് നമ്മൾ വേവിക്കുക. നമ്മൾ എന്തിനാ അച്ഛൻ വയ്ക്കുന്ന? അച്ഛൻ ബൈക്കിലാണോ വരുന്നത്? എന്തിനാ വയ്ക്കുന്ന? ചിക്കൻ കറി. നമ്മളൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കും കേട്ടോ. വെറൈറ്റി നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയാണ്. അപ്പോൾ ചട്ടിയിലൊക്കെയാണ് വെക്കുന്നത്. വേണ്ട അരിയൊക്കെ ഉണ്ട്, അതുപോലെ ചട്ടി കല സാധനങ്ങൾ, വെള്ളം, വിറകൊക്കെ എടുത്തിട്ടുണ്ട്. വിറക് അവിടെ കാണൂലായിരുന്നു. ഓ മൈ ഗോഡ്, റെയിൻ കമ്മിങ്. റെയിൻ തേഞ്ഞെന്ന് തോന്നില്ലേ? അതാ അന്ന് പോയപ്പോഴും ശരിയാ, മഴയില്ലായിരുന്നു. നമ്മൾ ക്യാമ്പിന് പോകാനായിട്ട് തീരുമാനിച്ച് മഴ തുടങ്ങി. ഏതോ ഇല്ല പ്രേതം സിനിമ കണക്ക് പോകുന്നു. ഒരു വിജനമായ ഒരു സ്ഥലം കേട്ടോ ഇല്ലേ? ഇരുട്ടുമായി, അങ്ങ് ഇരുട്ടുമായി തുടങ്ങി. പുല്ല് മൂടുപോയി. ഇന്ന് സ്റ്റേ ഇവിടെ. ഒത്തിരി ഇനി ഉള്ളിലോട്ട് വരണം കേട്ടോ. പക്ഷെ നമ്മള് എന്റെ വീട്ടിന്റെ അടുത്താണെങ്കിൽ ഇന്ന് വരെ ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടില്ല. ഓക്കെ ഗൈസ്, നമ്മളിഞ്ഞ് ഇറങ്ങി വന്നു കേട്ടോ. ഞാനും ഇനി ഇറങ്ങി വന്നു. ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റും. ആ കൊള്ളാല്ലേ ചാ? ആ കാണുന്ന കൊള്ളാം കൊള്ളാം കൊള്ളാം. ആളൊക്കെ ഉണ്ട് കേട്ടോ. ഓ, അതുകൊണ്ട് അവിടെ അല്ലേ നമ്മൾ അന്ന് പോയത്? ആ, അവിടെയാണ് നമ്മള് നേരത്തെ ക്യാമ്പ് ചെയ്ത സ്ഥലം. ഇപ്പൊ നമ്മള് അക്കരക്കര. ഇത് നമ്മള് 6 ക്രോസ് ചെയ്ത് ഇപ്പുറ സൈഡ് വന്നു കേട്ടോ. കിടിലം. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ എവിടെയും വിടാം. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. ഓ, നോണ്ട ആറ് വെരി വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് വട്ടത്തിൽ ആറ്. ഭയങ്കര കയമാണ് കേട്ടോ. അത് കണക്ക് ഇവിടെ കുറച്ച് സീനുള്ള സ്ഥലം കൂടെയാണ്. പിള്ളേരൊന്ന് ചാടെ ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വണ്ടി ഇറക്കിയിടാം പറ്റും. ആ, അങ്ങോട്ട് കയറ്റിയിടാം നമുക്ക് വണ്ടി. പോട്. ഓ, ഇവിടെ സൂപ്പർ കേട്ടാ. അച്ഛ, ഇവിടെ നമുക്ക് വെക്കാച്ചാ. അവിടെ ഇരിക്കാനും സ്ഥലമുണ്ട്. ആ, വിറവ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെയൊക്കെ വിറവ് കിടപ്പുണ്ട്. അവിടെ ഇരിക്കാം, ഇവിടെ നമുക്ക് വെക്കാം. ഓ, കിടില സ്പോട്ട്. നല്ല സമാധാനം, തണലും ഉണ്ട്. വെള്ളത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാം, തണുപ്പൊക്കെ കൊണ്ട്. എന്തെങ്കിലും പാചകത്തിന് കൂടെ ഉണ്ടെങ്കിൽ സെറ്റാ. കറക്റ്റ് ഒരു കട്ടിലിന്റെ ഷേപ്പിൽ കിടക്കുന്നത്. ഇവിടെയൊക്കെ തെറ്റലുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ നടക്കുമ്പോഴൊക്കെ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഇപ്പം ഉണങ്ങി കിടക്കുക.
പോവാ. രണ്ടടുപ്പായിട്ട് അങ്ങ് വെക്കാം. എടേ വിറക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതേണ്ടേ വിറക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു, ഇഷ്ടംപോലെ വിറകുണ്ട്. സ്ഥലം എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ, സൂപ്പർ സ്ഥലം അല്ലേ? നല്ല സ്പോട്ടാണ്. വന്നിട്ടില്ല. ഈ സൈഡ് അച്ഛനും വന്നിട്ടില്ല, ഞാനും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പം വെള്ളം കുറവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. വെള്ളം കൂടുതലുള്ള സമയത്ത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ആദിമർ ബാ ബാ. അച്ഛൻ തോണ്ട കല്ലൊരിച്ച് തീ കണ്ടുപിടിക്കാൻ തോന്നുന്നു കേട്ടോ. പഴയ കാലം ഓർമ്മ തോന്നുന്നു. അച്ഛൻ എന്തിനു വെച്ചാ ഓക്കെ ഗൈസ്, അച്ഛൻ തേണ്ടേ ആറ്റിൽ ഇറങ്ങി കല്ലൊക്കെ പിടിച്ചേട്ടോ അടുപ്പിന്. രണ്ടടുപ്പാക്കി കേട്ടോ. ഇതിനകത്ത് ഇപ്പം അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ചിക്കൻ വേവിക്കാം. സെറ്റാ, വെൽഡൻ, സൂപ്പർ. അച്ഛൻ ഡൈവ് അടിയച്ചാ കറങ്ങി. അച്ഛൻ ഇപ്പൊ കൊറേ വിറ്റൊക്കെ കാണിക്കാൻ പോവാട്ടോ. ഒന്ന് നോക്കിക്കോ. അളിയാ അളിയാ, അച്ഛൻ കോമഡി അടിക്കാൻ പോണ്. കോമഡി അടിക്കാൻ പോണ അച്ഛൻ. അച്ഛൻ കോമഡി അടിക്കാൻ പോവാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അച്ഛൻ രണ്ട് വിറ്റിറക്കച്ചാ, വിറ്റിറക്ക്. നീ പറഞ്ഞാണ് വിറ്റിറക്കേണ്ടത്. നമുക്കിനി പാചകം തുടങ്ങാം. നമ്മള് എന്തൊരു ചിക്കനാണ് വെക്കുന്നത്? ആ, നമ്മള് മുളകിട്ട ചിക്കൻ, പച്ച അരച്ച ചിക്കൻ കറി, അതാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ മുളക് ഇടുന്നില്ല, നമ്മള് പച്ചമുളക് അരച്ചിട്ട് വെക്കുവാണ്. വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടമുളകുണ്ട്. നമ്മൾ പോയ സ്ഥലം, അടുത്ത് വെള്ളം, വിറക്, കല്ല്, ഇരിക്കാൻ കട്ടില്. ഇത് അടിപൊളിയാട്ടോ. ഇത് വൻ സെറ്റപ്പ് ആയി പോയല്ലേ? ഭയങ്കര ഇത് ഇത്രയും ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ഇന്ന് വരെ. അതുപോലെ വ്യൂവും ഒരു ദിവസം 10 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം. അടിപൊളി. അന്ന് അച്ഛൻ എവിടേക്ക്? ഞാൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മറ്റെല്ലാം ശല്യം ഉണ്ട്, അതുകൊണ്ട് എന്തരാ പ്രേതോ? ഇത് ഇവിടെ കുഴപ്പമുള്ള ഏരിയ, എനിക്ക് വയ്യ. ഇതിന്റെ അരയിലുണ്ടല്ലേ അരിഞ്ഞാണോ ഇല്ലേ? തൂക്ക് തൂക്ക്, കൂമ്പ് കൂമ്പ്. നിന്റെ ഏയ്, ഇത് അക്ഷരം മാറിയിട്ടില്ല. കൂമ്പെന്ന് വെച്ചാൽ മറ്റില്ല, നമ്മള് വാഴയിലൊക്കെ കാണത്തില്ലേ കൂമ്പ്, അതൊക്കെ ഈ അരിഞ്ഞാണത്തിലും ഉണ്ട് കൂമ്പ്. ആ, കൂമ്പിടും. തുടങ്ങി ഉള്ളി അരിയാണ് കേട്ടോ. ഇത് നമുക്ക് വേവിച്ചേ നമുക്ക് അടുപ്പത്താക്കിയിട്ട് നമുക്ക് കുളിക്കിറങ്ങാം. അതായിരിക്കും സൂപ്പർ. ആ, ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ നല്ല കിട്ടുന്ന സ്ഥലമല്ലേ? വൈകുന്നേരം ഈവനിങ്ങിന് സൂപ്പർ. ആ, ഏത് വഴി വേണേലും വരാം. ആ, കുക്ക് ചെയ്യാനുള്ള ഒരു സംഭവത്തിനായിട്ട് വരണം കേട്ടോ. നമുക്ക് ഉള്ളി കഴിയാൻ കേട്ടോ. ഉള്ളി കഴിയാൻ നമ്മൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അതുകൊണ്ടാ മുള നോക്കിക്കുന്ന വലിയ മുളയത്. ഈ മുള മതി. ഈ മുള ഉള്ളിലൊന്നും വലിയ മുള വേണം എങ്കിലേ. നമ്മളെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കുക കേട്ടോ. ഇനി വേറെ വേറെ ആക്കുന്നില്ല. സവാളയും എന്തൊക്കെ ഇട്ട്, സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഇട്ട് കേട്ടോ. പച്ചമുളക് അരച്ചത് വേറെ ഇരിപ്പുണ്ട്, ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നു. ആ, നമ്മുടെ ഇടുക്കല് മിസ്സിങ് ആണ്. ആ സാധനം ഇനി ഒന്നുകൂടെ മേടിക്കണം ഇവിടുന്നതിൽ. മഞ്ഞപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത് നമ്മളെ മണമുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചതാ. കാന്താരി കിട്ടുന്നു തോന്നുന്നു. കാന്താരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യൂ.
ഇച്ചി വെളിച്ചെണ്ണയോട് ഒഴി കേട്ടോ. മസാല ഇത് പോരാൻ തോന്നുന്നു എനിക്ക്. ഇല്ലേ ഞാൻ മസാല എരിയാണ്, കുരുമുളക് പൊടി ഉണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. കാട്ടിലെ കൊക്ക് ഇങ്ങനെയൊക്കെ തന്നെ. കാട്ടിൽ ഇത്ര രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഷടപടയെന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര വിശപ്പ്. ഇങ്ങനെ വരുമ്പോ ഭയങ്കര വിശപ്പല്ലേ. വെളിച്ചെണ്ണ ഇത് പെട്ടെന്ന് വേവും. ഒത്തിരി സമയം എടുക്കുന്ന തോന്നുന്നു. ഈ ചിക്കനും കൂടെ അങ്ങ് തട്ടാം. തീയ കത്തു നോക്ക്. ആള് കത്തുന്നു. ഇനി നമുക്ക് കുളിക്കാം. അച്ഛ എനിക്ക് നിക്കറില്ല. അച്ഛന്റെ നിക്കർ വരൂ. എനിക്ക് നിക്കറില്ല. എന്റെ മറ്റേ ഞാൻ എനിക്ക് നിക്കറില്ല. നിക്കറുണ്ടാ? അത് വള്ളി ഇല്ലാത്ത നിക്കറടെ. അച്ഛ വാച്ച കുളിക്കാൻ പോവാ. Let's go, let's enjoy. അമ്മ വരുന്നാ കുളിക്കാൻ? വാ. ഇത് നോക്കിക്കോണം കേട്ടോ, പട്ടിയൊന്നും വരാതാ. അപ്പൊ നമ്മള് കുളിച്ചിട്ട് വരുമ്പോഴത്തേന് എല്ലാം റെഡി ആവും ഇല്ലേ? വേണ്ട തണുപ്പണ്ടാ അളി. ഇതുവഴി നിരങ്ങി പോവും. മുള്ളംകൊല്ലി അച്ഛ കറങ്ങിയടി അച്ഛാ. ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ കുഴിയില്ല. ഇവിടെ ബ്ലോക്കായി വെള്ളം. ബ്ലോക്കായി എങ്ങോട്ട് ഒഴുകൂല. ഓ മണ്ടയോളം കേറി. ഇവിടെ സൂപ്പർ. ഇറങ്ങി വാ, അതുവഴി ഇറങ്ങി വാ. ഇവിടെ വേണ്ട കുറച്ച് ഇങ്ങനെ വെള്ളം വന്ന് അടിഞ്ഞ് കറങ്ങി പോണം കുറച്ച് കാലം. ഇവിടെ സീനാട്ടോ. അവിടെ അത്രയും കുഴിയുണ്ട്. അവിടെ ശ്രദ്ധിക്കത്തുമില്ല. ആ വേലായുധം തടി പിടിച്ചേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? പിന്നെ ഈ ഭാഗത്തൊരു ഇച്ചിരി കുഴിയുണ്ട് ഇവിടെ. നിന്നാണിക്കും. ആ കണ്ടാ അത്രയും കുഴിയുണ്ട്. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കത്തില്ല. അമ്മ അതുകൊണ്ട് അവിടെ പാചകം. കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പറഞ്ഞാ? ചൂട് ചൂട് പക്ക. ഒന്നും ചെയ്യണ്ട. എരിയെല്ലാം കറക്റ്റാ. എരി കറക്റ്റല്ലേ? സൂപ്പർ. കുരുമുളക് വേണമെങ്കിൽ കുറച്ചിട്ടോ. തെറ്റ് കറി സൂപ്പറല്ലേ? സൂപ്പർ സാധനം. അച്ഛത്തോണ്ട് അവിടെ ബണ്ട് കെട്ടി. ആ ഓപ്പൺ.
ഒരു പ്ലേറ്റ് ചോറ് ഒരു വഴിപോക്കരാ ഒഴി എന്താടാ വേലായുധനാണോ? ഓ വിശക്കുന്ന കേട്ടാ. തേങ്ങാപ്പാലൂടെ അങ്ങ് ഒഴിക്കാം. വെന്ത് എല്ലാം സെറ്റാണ്. എരിയെല്ലാം കറക്റ്റാ. ചെറിയൊരു തിള വന്നിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് കേറാൻ തോന്നില്ലല്ലേ? അതാ കുറേശ്ശെ പ്ലേറ്റിലെടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാ വരട്ടെ, കഴിക്കൂ സുഹൃത്തുക്കളെ. അവിടെ നിൽക്കൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ വേണ്ട ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ടാ. പട്ടയിലാണോ അച്ഛാ? വട്ടല ഇല്ല. ഓക്കെ, കറിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടോ, വറ്റി വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കറി അങ്ങോട്ട് കോരി ഒഴിക്കുക. ചൂട് കറി, അത് ഗ്രേവിയായി വാ. ഓക്കെ സെറ്റ്. ധാരാളം അടിപൊളി സൂപ്പർ സാധനം. എങ്ങോട്ട് എല്ലാവരും ഇട്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ കഴിക്കാം. ലൈറ്റൊക്കെ പോയോ കേട്ടോ, ഇരുട്ടിയൊക്കെ വരുന്നു. ചെറുക്ക നമുക്ക് തേക്കലേ കൊണ്ടുവന്നേട്ടാ. കുറച്ച് വാ ചെറുക്ക, നമുക്ക് തേക്കലേക്ക് കൊണ്ടുവന്നേട്ടാ. ഇവിടെ പേരെന്തോടാ? ബിബിൻ. അടിപൊളി. എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. ഞാനും തേക്കലയിലോട്ട് ആക്കി കേട്ടോ. ചെറുക്ക നമുക്ക് തേക്കലേ കൊണ്ടുവന്ന് ഉണ്ടാവുന്ന കഴിക്കുന്നു. എടാ എങ്ങനെയുണ്ടാ? കറിയൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് കഴിക്കാം. അച്ഛാ വാച്ചാ വാ. കുളിച്ചൂടെ വന്നോണ്ട് അപാര വിശപ്പ്. മോനെ ലെഗ് പീസ്. അടിപൊളി. നീ ഇവിടെ പോയി ചോറും കറിയും കൂടെ അങ്ങോട്ട് ഇളക്കി. ചൂട് കിള്ളാൻ വയ്യ. ഒരു വായിഞ്ഞാണ്. കഴിച്ചു. മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്. ചൂട്. കുറച്ച് കളഞ്ഞായിരുന്നു ആരെങ്കിലും? ഞാൻ കളയാൻ മറന്നു ചോദിച്ചാ. കുഴപ്പമില്ല, കളഞ്ഞു. വേവിച്ചപ്പോ കളഞ്ഞു. അടിപൊളി. കൂടെ വന്നേ ഡേയ്. ഇവിടെ കൂടെ വൻ കൂട. ഓക്കെ ഗൈസ്, നമ്മൾ തീയൊക്കെ അണച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച്. ഫുഡ് സൂപ്പർ ആയിരുന്നല്ലേ? അടിപൊളി ഫുഡായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ ഇനി സാധനങ്ങളെല്ലാം പറക്കി വണ്ടി കയറിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് ദ ഡേ? അടിപൊളി, സൂപ്പർ ആയിരുന്നല്ലേ? നല്ല അടിപൊളി കുളിയായിരുന്നു. കുളിയും കൊള്ളാം, എല്ലാത്തിനും അടിപൊളിയാ. എല്ലാത്തിനും സൗകര്യമായിരുന്നു. നമുക്ക് ഇരിക്കാനായാലും വിറവിലായാലും നമുക്ക് നിവർന്ന് കിടക്കാം. ബെഡ് കിടക്കുന്നുണ്ട്. അതെ. നമ്മുടെ മൂണൊക്കെ എത്തിച്ചതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം. ഇവിടെ അടുത്ത് പിന്നെ ഒരു തൈക്കാവും ഉണ്ട് അല്ലേ? എന്തായാലും അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ. ബൈ.